മഞ്ഞുമൽ ബോയ്സ് ആറാടി തിരുമുത്തുന്നതിന് പറയാം. നമ്മുടെ ശ്രീനാഥ് ബാസ് ചേട്ടനൊക്കെ ഒരു രക്ഷയില്ല. മരണമാസ അഭിനയമാണ്. പുള്ളിയുടെ ഒരു സ്റ്റൈലായിട്ടുള്ള ആക്ടിങ് പെർഫോമൻസ് ആണ്. ലോജിക്കലി കണ്ടുകൊണ്ടിരിക്കാവുന്ന ഓരോ മലയാളിയും തീർച്ചയായിട്ടും കാണേണ്ട അനുകരിക്കേണ്ട ഒരു അഭിനയ മികവാണ് ശ്രീനാഥ് ബാസ് കാണിച്ചിരിക്കുന്നത്. പിന്നെ നമ്മുടെ സൗബിനിക്കയുടെ പ്രൊഡ്യൂസിംഗ് ആണെങ്കിലും മികച്ചാണ്. ക്യാമറ വൈസ് ആണെങ്കിലും ടെക്നിക്കൽ വൈസ് ആണെങ്കിലും മികച്ചൊരു സിനിമയാണ്. അപ്പോൾ സ്റ്റോറി വൈസ് ആണെങ്കിലും ടെക്നിക്കലി നല്ല രീതിയിലാണ് ചിദംബരം ഒരുക്കിയിരിക്കുന്നത്. പിന്നെ മ്യൂസിക് അടിപൊളിയാണ്. മന്ത്രം ഒന്നും അറിയില്ലടാ, മുടിച്ച കളകളാം ഒന്നും പറയില്ലടാ, മന്ത്രം ഒന്നും അറിയില്ലടാ. പുള്ളി പല വിവാദങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടിയാണ് അങ്ങനത്തെ നെഗറ്റീവ് സൈഡൊക്കെ പലരും പറയുന്നുണ്ട്. നീ പോസിറ്റീവ് പറയണം, പുള്ളി നെഗറ്റീവ് പറയണം പണ്ടേ ആളുകൾ പറഞ്ഞിട്ടുണ്ട് പടത്തിൽ. അപ്പോൾ പുള്ളി പറയട്ടെ, പുള്ളിയുടെ റിവ്യൂസ് ആരും കണ്ടിട്ട് അധികം സിനിമയ്ക്ക് പോകുന്നില്ല. പക്ഷേ സിനിമ കണ്ടിട്ട് നിങ്ങൾ സിനിമയെ വിലയിരുത്തുക. പുള്ളിയുടെ റിവ്യൂ കണ്ടിട്ട് ആരും സിനിമ കാണാതിരിക്കില്ല. പുള്ളിയുടെ നമ്മുടെ റിവ്യൂ കണ്ട് പോകുന്നുണ്ട്. പക്ഷെ അത് കണ്ട് മാത്രമല്ല, നിങ്ങൾ പോയി തിയേറ്ററിൽ പോയി സിനിമ കാണുക. സിനിമ എന്നൊരു കലയാണ്. പിന്നെ നടന്മാരുടെ വ്യക്തി ജീവിതത്തിലേക്ക് അത്ര നടന്മാര് അത്ര മാന്യന്മാരല്ല. പക്ഷേ സിനിമ തിയേറ്ററിൽ കാണുമ്പോൾ അഭിനയം കൊള്ളാലോ. സിനിമാക്കാരുടെ വ്യക്തി ജീവിതത്തിലേക്ക് കടക്കാണ്ട് സിനിമ ഒന്ന് കലയെ ഇഷ്ടപ്പെടുന്ന ധൈര്യമായിട്ടും കാണേണ്ട സിനിമയാണ് ഈ മഞ്ഞുമൽ ബോയ്സ്. ഒരു ചെറുപ്പക്കാരുടെ റിയൽ ലൈഫ് സംഭവങ്ങളാണ്. നമ്മുടെ ലാൽ ജൂനിയർ മികച്ചായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഗണപതിക്ക, അങ്ങനെ ഒട്ടുമിക്ക ആർട്ടിസ്റ്റുകൾ നല്ല രീതിയിൽ തന്നെ ലാഗ് ഒട്ടും തന്നെ ഇല്ല. ബോറടിപ്പിക്കാണ്ട് കാണാൻ പറ്റുന്ന ഒരു സിനിമയാണ്. സീരിയസ് സിനിമയാണ്. അപ്പോൾ ചില സമയത്ത് ലാഗ് അനുഭവപ്പെടുന്നത് പ്രേക്ഷകരുടെ കണ്ണിലുള്ള വളരെ പ്രശ്നമാണ്. എനിക്ക് കണ്ടിട്ട് അത്ര വേണ്ടാത്തൊരു ഫീലിംഗ് തോന്നിയില്ല. ഫസ്റ്റ് പാർട്ടിൽ ഞാനുണ്ടെന്നൊക്കെ പറഞ്ഞത്, പക്ഷെ എനിക്ക് കാണാൻ പറ്റില്ല. വീഡിയോസ് ഒന്നും എനിക്ക് കാണാൻ പറ്റില്ല. ബാക്കി റസാഖ് മട്ടാഞ്ചേരി ഞാൻ ഇതിൽ ഫസ്റ്റ് സോങ്ങിൽ അഭിനയിച്ചിരുന്നു. പക്ഷെ ഇതിൽ എനിക്ക് കാണാൻ പറ്റില്ല. ഞായറാഴ്ച കാണിച്ചിരുന്നു. ഫസ്റ്റ് പാർട്ടിൽ ഓടിച്ചോടിച്ചു പോകാം, നോക്കിയിരുന്ന അറിയാം. അപ്പോൾ ഒന്ന് ഈ സാറ്റർഡേ സൺഡേസ് ഒക്കെ ഒന്ന് ചിൽ വൈബോടെ കാണാൻ പറ്റുന്ന ഒരു സീരിയസ് എന്റർടൈൻമെന്റ് വൈബോടെ കാണാൻ പറ്റുന്ന ചെറിയ സിനിമ.